അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഅ്തികാഫിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1892 നമ്പർ ഹദീസായി ബുഖാരിയിൽ കൊണ്ടുവന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു. റമളാനിൽ മാത്രമല്ല, ഇഅ്തികാഫ് എപ്പോഴും ഇരിക്കാം. ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിനെ കരുതി, ആ കരുതിയത് മുതൽ അവന് ഇഅ്തികാഫിൻ്റെ കൂലി രേഖപ്പെടുത്തും. പക്ഷെ റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ കയറുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫകുൻതു അദ്രിബു ലഹു ഖിബാൻ. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ടെൻറ്റ് കെട്ടിക്കൊടുത്തു, ഒരു മറ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെയാണല്ലോ മസ്ജിദ് നബവി. അതുകൊണ്ട് മാത്രമല്ല, മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്തും റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീടുകളായിരുന്നു. അപ്പോൾ വീടും പള്ളിയും തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കും. അപ്പോൾ അതിനുവേണ്ടി നബി തങ്ങൾക്ക് ഒരു പ്രത്യേക ടെൻറ്റ് ഞാൻ കെട്ടിക്കൊടുത്തു. അപ്പോൾ യുസല്ലി സുബ്ഹ, അങ്ങനെ നബി തങ്ങൾ സുബഹി നിസ്കരിച്ചാൽ സുമ്മ യുദ്ഖിലുഹു, പിന്നെ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറും ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഫസ്തഅ്ദനത് ഹഫ്സത്തു ആയിഷത അൻ തദ്രിബ ഖിബാൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു ടെൻറ്റ് കെട്ടാൻ സമ്മതം ചോദിച്ചു. ഫഅദിനത് ലഹ, അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹഫ്സാക്ക് ടെൻറ്റ് കെട്ടാൻ, പള്ളിയിൽ ടെൻറ്റ് കെട്ടാൻ സമ്മതം കൊടുത്തു. ഫദറബത് ഖിബാൻ, അങ്ങനെ ഹഫ്സയും പള്ളിയിൽ ഒരു ടെൻറ്റ് കെട്ടി. പള്ളിയും വീടും തമ്മിൽ അകലില്ല എന്ന് പറഞ്ഞല്ലോ. ഫലമ്മ റഅതു സൈനബു ഇബ്നത്തു ജഹ്ഷിൻ, ജഹ്ഷിൻ്റെ പുത്രി സൈനബ് ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ്. ഹഫ്സായുടെ ഈ ഖൈമ കണ്ടപ്പോൾ ലറബത്ത് ഖിബാൻ ആഖറ, അവൾ വേറെ ഒരു ടെൻറ്റും കെട്ടി. ഫലമ്മ അസ്ബഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅൽ അഖ്ബിഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈക്ക് വന്നപ്പോൾ കുറേ ടെൻറ്റുകൾ കാണാനിടയായി. ഒന്ന് നബി തങ്ങളത്, ആയിഷ ബീവിയുടേത്, പിന്നെ ഹഫ്സയുടേത്, സൈനബിൻ്റെ 4 ടെൻറ്റായി. 4 മറ. അപ്പോൾ അതിന് ഉദ്ദേശമുള്ളൂ. ഫഖാല, അപ്പം നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദ, അല്ല എന്താ ഇത് പരിപാടി? പള്ളിയിൽ നിറച്ച് പന്തലാണല്ലോ. ഫഉഖ്ബിറ, അപ്പോൾ പറയപ്പെട്ടു, അതിങ്ങനെ ഇത് സൈനബിൻ്റെ ആണ്, ഹഫ്സൻ്റെ ആണ്, ഇതിൻ്റെതാണ്, നിങ്ങളതും തന്നെ. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിർറ തറൗന ബിഹിന്ന, ഇതിലൊക്കെ വല്ല ഗുണമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചോദിക്കുകയാണ്. അങ്ങനെ ഫതറക്കൽ ഇഅ്തികാഫ ദാലിക ശഹ്റ, ആ മാസത്തിൽ പിന്നെ നബി തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നില്ല. റമളാനിൽ പെണ്ണുങ്ങളെല്ലാം കൂടി പള്ളിയിൽ വന്നിട്ട് ഇഅ്തികാഫ് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ ഞാനതങ്ങ് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ആ റമളാനിൽ ഇഅ്തികാഫ് ഇരുന്നില്ല. സ്വഹീഹുൽ ബുഖാരിയാണ്. സുമ്മ ഇഅ്തകഫ 10 മിൻ ശവ്വാൽ, പിന്നെ ശവ്വാലിലെ 10 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നത് എന്ന് സ്വഹീഹുൽ ബുഖാരി 1892. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാന ഗ്രന്ഥകർത്താവായ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയുടെ 6-ാം വാള്യം 323 രേഖപ്പെടുത്തിയതായി കാണാം. വഫീഹി ജവാസു ദർബിൽ അഖ്ബിഅത്തി ഫിൽ മസ്ജിദ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പള്ളിയിൽ ഇതുപോലെ ടെൻറ്റൊക്കെ കെട്ടാം എന്ന് മനസ്സിലായി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് ആദ്യം ടെൻറ്റ് കെട്ടിയപ്പോൾ അതിനെ വിമർശിച്ചില്ലല്ലോ. മാത്രമല്ല, വഅന്നൽ അഫ്ളല ലിന്നിസാഇ അല്ലാ യഅ്തകിഫ്ന ഫിൽ മസ്ജിദി,
സ്ത്രീകൾക്ക് ഇത്തിക്കാഫിരിക്കാൻ നല്ലത് പള്ളി അല്ലാത്ത ഇടമാണ് എന്ന് മനസ്സിലായി. അങ്ങനെ പള്ളിയിൽ സ്ത്രീകൾ ടെൻ്റ് കെട്ടാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ റമദാനിൽ ഇത്തിക്കാഫേ ഇരുന്നില്ല. അത് പ്രതിഷേധമാണ്. അപ്പം സ്ത്രീകൾ വന്നിട്ട് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്നും ഈ ഹദീസിൽ പാഠമുണ്ട്. സ്ത്രീകൾക്ക് നല്ലത് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാതിരിക്കലാണ്. വഫീഹി ഈ ഹദീസിൽ നമുക്ക് കിട്ടും അന്നൽ മസ്ജിദ ശർത്തുൻ ലിൽ ഇത്തിക്കാഫി, ഇത്തിക്കാഫിരിക്കാൻ പള്ളി തന്നെ വേണം എന്നും മനസ്സിലായി. കാരണം എന്താണ്? പള്ളി അല്ലാത്തയിടത്ത് ഇത്തിക്കാഫിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് വീട്ടിൽ കെട്ടിയാമായിരുന്നല്ലോ, വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ. അപ്പൊ വീട്ടിലെന്തായാലും ഇത്തിക്കാഫിരിക്കാൻ പറ്റത്തില്ല, പള്ളി തന്നെ വേണം. തഹിയ്യത്തും ഇത്തിക്കാഫും പള്ളിയിൽ തന്നെ വേണം. ഇപ്പം നമ്മുടെ ഈ ഒന്നാമത്തെ ഈ ഫ്ലോറ്, അതിൻ്റെ അപ്പുറത്തെ ആ കോണി നിൽക്കുന്ന സ്ഥലവും ഇത് മാത്രമാണ് ഇപ്പോൾ പള്ളി. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ തഹിയ്യത്ത് നിസ്കരിച്ചാലേ തഹിയ്യത്തിൻ്റെ കൂലി കിട്ടുള്ളൂ. കാരണം പള്ളിയിലാവുമ്പോഴല്ലേ തഹിയ്യത്ത് കിട്ടുള്ളൂ. പള്ളിയിൽ നിന്ന് മേലെ നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ ജമാഅത്തും അവരുടെ ജുമായും ഒക്കെ സഹീഹാകണമെങ്കിൽ എന്ത് വേണം? പള്ളിയിൽ നിന്ന് തന്നെ കോണി വേണമെന്ന് നിബന്ധനയുണ്ട്. അതുകൊണ്ട് ഇതും പള്ളിയാണ്, രണ്ടാമത്തതും പള്ളിയാണ്, അതിനപ്പുറത്തേക്കൊന്നും പള്ളിയല്ല. അപ്പോൾ അവിടെ തഹിയ്യത്ത് നിസ്കരിച്ചാലും കൂലി കിട്ടൂല, അവിടെ ഇത്തിക്കാഫിൻ്റെ നിയ്യത്ത് ചെയ്താലും കൂലി കിട്ടൂല. അപ്പോൾ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കാവൂ എന്ന് മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് പള്ളിയിൽ കെട്ടിയത്. ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എഴുതുകയാണ്. മാത്രമല്ല സ്ത്രീകൾ വീടുകളിൽ മറഞ്ഞിരിക്കണമെന്ന നിയമമുണ്ട്. ഫലൗലം യകുനിൽ മസ്ജിദ് ശർതൻ മാ വഖഅ മാ ദുകിറ മിനൽ ഇദ്നി വൽ മൻഇ, പള്ളി അല്ലാത്ത സ്ഥലങ്ങളിൽ വീടുകളിൽ ഇത്തിക്കാഫിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് മറകെട്ടട്ടെ എന്ന് സമ്മതം ചോദിക്കേണ്ട പ്രശ്നമില്ലല്ലോ. അപ്പം എന്ത് മനസ്സിലായി? പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. മാത്രമല്ല വഫീഹി അന്നൽ മർഅത ഇദാ ഇതഖദ ഫിൽ മസ്ജിദി ഉസ്തുഹിബ്ബ ലഹാ അൻ തജഅല ലഹാ മാ യസ്തുറുഹാ, അഥവാ ഒരു പെണ്ണ് വന്നിട്ട് പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മറയുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നും മനസ്സിലായി. ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളാണ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ അവസാനത്തെ വർഷം 20 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തിക്കാഫിരുന്നു എന്ന് ബുഖാരിയിൽ കാണാം. അതിനുശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഇത്തിക്കാഫിരുന്നിരുന്നു എന്നും കാണുന്നുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മിർഖാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സുമ്മഅതകഫ അസ്വാജുഹു, പിന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഇത്തിക്കാഫിരുന്നു എന്ന് പറഞ്ഞാൽ ഐ ഫീ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിലായിരുന്നു പിന്നീട് ഇത്തിക്കാഫിരുന്നത്. എന്താ കാര്യം? ലിമാ സബഖ മിൻ അദമി റിളാഇഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിഫിഅലിഹിന്ന, കാരണം സ്ത്രീകൾ പള്ളിയിൽ ഇരിക്കുന്ന ഇരുത്തത്തെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയതിന് വേണ്ടി വീടുകളിൽ അവർ ഇത്തിക്കാഫിരുന്നു. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനു വേണ്ടി പ്രത്യേകമായ ഒരു ഇടം അവർ സജ്ജമാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് സജ്ജീകരിക്കാം. നമ്മുടെ നിസ്കാര റൂം എന്ന് പറഞ്ഞിട്ട് റൂം നമ്മുടെ വീട്ടിലുണ്ട്. അതിലൊരു 4 ടൈല് നമ്മളെന്ത് ചെയ്തു? പള്ളിയായി വഖഫ് ചെയ്തു. ടൈല് മാത്രം കേട്ടോ, സ്ഥലമല്ല. സ്ഥലം വഖഫ് ചെയ്താൽ ഖിയാമത്ത് വരെ ആ ഭൂമി നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഒരു 4 ഉറപ്പിച്ച 4 ടൈല്, ഒരു ഉദാഹരണം പറയാണ്, ഈ 4 ടൈല് പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഹുക്മ് അതിനുണ്ട്. ഇനി ആ ടൈല് പൊട്ടിച്ചെടുക്കുന്നത് വരെ പള്ളി തന്നെയാണ്. ഉറച്ച ഏതൊരു വസ്തുവും പള്ളിയായി നമുക്ക് വഖഫ് ചെയ്യാം. ഇത് വഖഫ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉറച്ചിട്ടില്ല. അപ്പം 4 ടൈലിങ്ങനെ നമ്മളെന്ത് ചെയ്തു? പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ടൈല് ഉറച്ചു നിൽക്കുന്ന കാലത്തോളം പള്ളിയുടെ ഹുക്മ് നിലനിൽക്കുകയാണ്.
ഇനി നമുക്ക് തൽക്കാലം ഇത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ 4 ടൈലങ്ങ് പൊട്ടിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പള്ളിയുടെ പണി നടക്കുമ്പോൾ അതിൻ്റെ തറയിലങ്ങ് കൊണ്ടുപോയിട്ടാൽ മതി. ഈ 4 ടൈലും പള്ളിയായി വഖഫ് ചെയ്തത് ഈ പള്ളി എന്ന നിയമം അത് ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലമുണ്ട്. അത് പറിച്ചെടുത്താൽ ആ പള്ളിയുടെ നിയമമുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ ഫുഖഹായിന് തർക്കമുണ്ട്. എന്തായാലും വഖഫാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. അപ്പോൾ പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? അഥവാ അതിൻ്റെ അവസാനത്തിൻ്റെ ഒരു ചർച്ച പറയുകയാണ്. നമ്മളത് ഒഴിവാക്കി പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ 4 ടൈലങ്ങ് പറിച്ചെടുത്തിട്ട് എവിടെയെങ്കിലും പള്ളി നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ തറയിൽ കൊണ്ടുപോയി ഇട്ടാൽ അതിൻ്റെ പ്രശ്നം അവിടെ തീർന്നു. അതേസമയം ഈ 4 മതിൽക്കെട്ടിൻ്റെ ഉൾഭാഗം വഖഫാക്കി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ആണ് വഖഫ്. ഇത് 7ാം ഭൂമി വരെ അടിയിലോട്ടും 7ാം ആകാശം വരെ മേലോട്ടും വഖഫാണ്. ഇതിൽ പിന്നെ ഒരിക്കലും ശുദ്ധിയില്ലാതെ എന്ന് പറഞ്ഞാൽ ആർത്തവകാരികളോ അതുപോലെ തന്നെ ജനാപത്തുകാരനോ ഒന്നും ഈ പള്ളിയിലോ ഈ ഭൂമിയിലോ ഇതിൻ്റെ ഹവയിലോ ഒന്നും നിൽക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഭൂമി വഖഫാക്കിയാൽ പിന്നെ എല്ലാം പള്ളി തന്നെ, അതിൻ്റെ മേലോട്ടെല്ലാം പള്ളിയാണ്. അതേസമയം നമ്മൾ ഒരു ഫ്ലോറാണ് വഖഫാക്കുന്നത് എങ്കിൽ അതിൻ്റെ മേൽഭാഗം വഖഫാവില്ല. ഇപ്പോൾ എത്രയോ പള്ളികൾ, നിസ്കാര പള്ളികളിലൊക്കെ മേൽഭാഗത്ത് കുട്ടികൾ മദ്രസ പഠിക്കുന്നുണ്ട്. 10ലും 11ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ സ്വാഭാവികമായും ആർത്തവമുള്ള പെണ്ണുങ്ങളായിരിക്കും. അവരും മദ്രസയിൽ വരും. അപ്പോൾ പള്ളിയുടെ മേലെങ്ങനെയാണ് പഠിക്കുന്നത്? അത് വഖഫല്ല. ഈ അടിയിലെ ഫ്ലോർ ഭാഗം മാത്രമാണ് വഖഫാക്കിയത്. അതൊരിക്കലും ഇതിൻ്റെ അടിയിലോട്ടും ബാധകമല്ല, ഇതിൻ്റെ മേലോട്ടും ബാധകമല്ല. അത് ഭൂമി വഖഫാക്കാത്തത് കൊണ്ടാണ്. അപ്പം ഇതുപോലെ ഏതെങ്കിലും നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം അവർ വഖഫാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവരുടെ വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഭാര്യമാർ ഇത്തികാഫിരുന്നു. വലിദാഖാദൽ ഫുഖഹാഉ, ഇതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഈ പരാമർശത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് യുസ്തഹബ്ബു ലിന്നിസാഇ അൻ യഅതകിഫന ഫീ മകാനിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ സ്ഥലങ്ങളിൽ ഇത്തികാഫിരിക്കലാണ് സുന്നത്ത് എന്ന് ഈ ഹദീസിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടാണ് മഹാന്മാരായ ഫുഖഹാ പറയാനുണ്ടായ കാരണം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് ഇത്തികാഫ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോൾ സ്വാഭാവികമായും വേറെ ചിന്തകളില്ല, വേറെ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കൊന്നും പിന്നീട് അവസരങ്ങളില്ലല്ലോ. ഒരു മനുഷ്യനെ തെറ്റുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്തുന്ന അള്ളാഹുവിൻ്റെ ചിന്തയിൽ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഇത്തികാഫ് എന്ന് പറയുന്നത്. അത് റമദാനിൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. പള്ളി ഇത്തികാഫിരിക്കുന്ന പള്ളി ജുമുഅത്ത് പള്ളിയാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പിന്നെയും കൂടും. ഇത്തികാഫ് നോമ്പുകാരനാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പിന്നെയും കൂടും. അത് റമദാനിലാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പിന്നെയും കൂടും. റമദാനിൻ്റെ അവസാനത്തെ 10ലാകുമ്പോൾ അതിൻ്റെ പിന്നെയും അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. അത് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷയുള്ള ദിവസമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം പിന്നെയും വർദ്ധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പള്ളിയിൽ എപ്പോൾ വന്നാലും നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് അറബിയിലോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരിക്കാൻ കരുതിയെന്ന് മലയാളത്തിലോ നമ്മൾ കരുതിയാൽ ആ കരുതുന്ന സെക്കൻഡ് മുതൽ പിന്നെ നമ്മൾ ഇബാദത്തിലാണ്. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറയും, അത് ഇരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പട്ടിണി കിടക്കുക എന്ന് പറയുന്നുണ്ട്, അതൊരു പ്രയോഗമാണ്. അതിപ്പോൾ പട്ടിണി വിശന്നുകൊണ്ട് ഒരാൾ നിന്നാലും കിടന്നാലും ഒക്കെ അങ്ങനെ തന്നെ പറയാം. എന്ന പോലെ ഇത്തികാഫ് ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണ്. ഇത്തികാഫിനെ നിയത്ത് വെച്ച് കിടന്നാലും നടന്നാലും അതുപോലെ ഇരുന്നാലും ഒക്കെ ഇത്തികാഫിൻ്റെ കൂലി അവന് ലഭ്യമാവും. അതുകൊണ്ട് ഇത്തികാഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദിവസം തുടർച്ചയായി അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ 20 ദിവസം തുടർച്ചയായി ഇത്തികാഫിരുന്നിരുന്നു എന്ന് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, മഹത്തായ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ,
നരകത്തിൽ നിന്ന് നിൻ്റെ അടിമകളെ മോചിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാധുക്കളായ ഞങ്ങളെ പൂർണ്ണമായും നരകത്തിൽ നിന്ന് നീ മുക്തരാക്കണേ റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ പൂർണ്ണമായും നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ വിശാലമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.